എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുഞ്ഞപ്പ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അച്ചായ കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ രാവിലെയുള്ള യാത്രകളെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ് ഗൈസ്. വേറെ ഒന്നും കൊണ്ടല്ല, ചൂട് കൊണ്ട് തന്നെയാണ്. ചൂടെടുത്ത് ചാകാറായിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇപ്പം രാത്രിയായി, സന്ധ്യയായി കേട്ടോ, 7 മണിയെങ്കിലും ആയിട്ടുണ്ട്. നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ത്രെഡ് ചെയ്യണം. എനിക്ക് നോക്കിക്ക് കാട് പോലെ ഉണ്ട്. വർഷങ്ങളാണ് ഞാൻ ത്രെഡ് ചെയ്തിട്ട്, അതായത് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്തിട്ട് കുറേ വർഷങ്ങളായിടാ. അപ്പൊ എനിക്ക് ഇപ്രാവശ്യം എന്തായാലും പാർലറിൽ പോയി ചെയ്യണം. 7 മണിക്കാണ് പോകുന്നത്. വല്ല കടയും തുറന്നിട്ടുണ്ടോ എന്ന് ദൈവത്തിനറിയാം. എല്ലാം പൂട്ടിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് എന്നാവും പിന്നെ എവിടെ പോകണം ഗായ്സ്? ശരിക്കും കുഞ്ഞപ്പനോട് സർപ്രൈസ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അതെന്താണ് വാങ്ങിക്കാൻ പോണെന്ന് അവനോട് ഞങ്ങൾ പോകാൻ ഇറങ്ങുമ്പോഴും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഉച്ചക്കത്തെ കുറച്ച് കാഴ്ചകളാണ്. കുഞ്ഞപ്പൻ്റെ അച്ഛാമ്മ ഒരു ടീച്ചറായിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അമ്മ ഈ വർഷം റിട്ടയർ ആയി കേട്ടോ. അപ്പോൾ അമ്മ വീട്ടിൽ തന്നെ വെക്കേഷൻ ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ കുഞ്ഞപ്പനും ആ പിള്ളേരുടെ കൂടെ ഇരുന്ന് പഠിക്കുവാണേ. അവന് കുറച്ച് ദിവസമായിട്ട് ഈ ചൂട് കാരണം ഞാൻ അംഗനവാടി വിട്ടിട്ടില്ല. അവൻ ശരിക്കും ഡേ കെയറിലാണല്ലോ പോകുന്നത്. അംഗനവാടിക്കൊക്കെ അവധിയാണല്ലോ. അപ്പോൾ ഡേ കെയറിൽ അവധിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞു, ഇവന് ഭയങ്കര ചൂടാണ് ഗൈസ്. ചൂടെന്ന് പറഞ്ഞാൽ ചൂട് കുരു, മേല് മുഴുവനും ചൂട് കുരുവാണ്. രാത്രിയൊക്കെ എപ്പോഴാണ് കുഞ്ഞപ്പനൊന്ന് ഉറങ്ങണമെന്നാ, 2-3 മണിയാവുമെന്ന് ഉറങ്ങുമ്പോൾ ചൂട് കാരണം. അങ്ങനത്തെ നമ്മൾ ആദ്യം കണ്ട ലേഡീസ് സ്റ്റോറിൻ്റെ വാതിക്ക് നിർത്തി കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ പുതിയതായിട്ട് വന്നൊരു ലേഡീസ് സ്റ്റോറാണ്. അധികം നാളായിട്ടില്ല കേട്ടോ. നല്ലൊരു ലേഡീസ് സ്റ്റോറാണ്. കൊച്ചു ലേഡീസ് സ്റ്റോർ ആണെങ്കിലും ഒരുപാട് പുതിയ മോഡൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ ലേഡീസിന് വേണ്ട ഒരുപാട് സാധനങ്ങളുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിൽ ഈ ലേഡീസ് സ്റ്റോറൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ വേറെ ഇവിടുന്ന് വാങ്ങിച്ചൊരു കമ്മൽ ഇവിടെ കണ്ടിട്ട് ഞാൻ അതേ സെയിം കമ്മലിൻ്റെ വില നോക്കുകയാണ് കേട്ടോ. നമുക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ, വില നോക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. വാങ്ങിച്ചില്ലെങ്കിലും വില നോക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് ക്ലിപ്പുകൾ, ബുഷുകൾ, പിന്നെ അത് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നും പറഞ്ഞാണ് കയറിയത്. കുഞ്ഞപ്പനാണെങ്കിൽ അവിടെ ഓടി നടന്നത് അവന് വേണ്ടത് കയ്യിൽ എടുത്തുകൊണ്ട് നടപ്പുണ്ട്. ഒരു കാറല്ല കേട്ടോ ഗൈസ്, 2 കാറുണ്ട്. ആ പാക്കറ്റും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇത് ഞാൻ എടുത്തോട്ടെ, അമ്മ ഞാനിത് എടുത്തോട്ടെ എന്നും പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഞാനും ചേട്ടനും വലിയ മൈൻഡ് കൊടുക്കുന്നില്ല കേട്ടോ, ഒന്നും പറയുന്നില്ല. കാരണം എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവസാനം അവന് വാങ്ങിക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. അവസാനം അവന് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അയ്യോ, ഇനി ചേച്ചി എന്താ അവന് വാങ്ങിച്ചു കൊടുക്കാത്തതെന്നും പറഞ്ഞ് ആരും എന്നെ ചീത്ത പറയരുത്. അവനെ എപ്പോഴും ഈ കളിപ്പാട്ടം തന്നെയാണ് ഗൈസ്. വീട് നിറഞ്ഞ് കളിപ്പാട്ടം കൊണ്ട്. അപ്പോൾ കട നോക്കിക്കേ, ഗിഫ്റ്റ് ഐറ്റംസും എല്ലാ സാധനങ്ങളും ഉള്ളൊരു നല്ല കട. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എടുത്തത് കേട്ടോ. 2 ബുഷ്, 2 ക്ലിപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. കുഞ്ഞപ്പം പിന്നെയും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ എടുത്തേ, ഞാൻ പൊട്ടിക്കാൻ പോവുകയാണേ. ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പൊട്ടിക്കാൻ പോകാമെന്നും പറഞ്ഞ് അടയ്ക്കുകയാണേ. നമ്മളേലും ബുദ്ധിയാണ് അവന്. അങ്ങനെ പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ കണ്ട് പിന്നെ എനിക്കോ അത് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയല്ലേ. എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ ലേഡീസ് സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറക്കിയെടുക്കാൻ തോന്നും. ആ കടയുടെ നേരെ പുറകിലൊരു വീടുണ്ട്. അവിടെ ചെറിയൊരു ആനക്കുട്ടിയുണ്ട്. അവനാണെങ്കിൽ ഞാൻ അവിടെ ഓരോന്ന് നോക്കുന്ന സമയം കൊണ്ട് ആ അമ്മയുടെ നോട്ടം ഇന്നൊന്നും തീരത്തൊന്നുമില്ല എന്നും പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് ആനയുടെ പുറത്ത് കളിക്കായിരുന്നു കേട്ടോ. ആ കുഞ്ഞപ്പൻ്റെ ഡേ കെയറിലും ഇതുപോലൊരു ആനക്കുട്ടിയുണ്ട്, ഒരു വലിയ ആന. അങ്ങനെ അവിടുത്തെ കളി കഴിഞ്ഞ് പിന്നെ വന്നപ്പോൾ അപ്പോഴും ഞാൻ എടുത്ത് തീർന്നിട്ടില്ല. ഞാനിങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുഞ്ഞപ്പൻ്റെ ക്ഷമയുടെ നെല്ലിപ്പല ഇളകി ഗൈസ്. അപ്പോൾ അച്ഛയും മതി വാ പോകാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ആ 2 കാറിൽ കുഞ്ഞപ്പൻ ഒരു കാർ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ബ്ലൂ വേണോ റെഡ് വേണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ബ്ലൂ മതി അമ്മയെന്ന്. അങ്ങനെ ബ്ലൂ വാങ്ങിച്ചു. കാരണം 2 കാറും വാങ്ങിച്ചാൽ 2 ഒരുമിച്ച് നശിപ്പിച്ച് കളയും. ഇത് ഇനി ഇടക്കിടക്ക് മേടിക്കണമല്ലോ കളിപ്പാട്ടം, അതുകൊണ്ടാണ്. അപ്പോൾ നേരെ പെട്രോൾ പമ്പിലേക്ക് പോയി ഞങ്ങൾ പെട്രോൾ അടിക്കാൻ നിൽക്കുകയാണ്. മേൽപ്പാലത്തിന്റെ പണി കണ്ടില്ലേ, നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും രാത്രി 8ന്റെ പണിയായിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ പാർക്കിൽ പോയപ്പോൾ ഒരു കുറേ പട്ടി ഓടിച്ചിട്ട് നമ്മളാ ഇപ്പോൾ ബൈക്കിലാണ് കേട്ടോ പോയത്. കാർ എടുക്കേണ്ടെന്ന് വിചാരിച്ചു ബൈക്ക് എടുത്തിട്ട് ബൈക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ, ഓൺ ആവുന്നില്ല ഗൈസ്. ഇപ്പൊ അച്ഛൻ എന്നോട് പറയുന്നത് തള്ളിക്കൊടുക്കാനാണ്. എന്നെ കൊണ്ടുപോയി തള്ളാൻ. അച്ഛേ എന്തെങ്കിലും നടക്കുവാ? എന്താണ് കൊറേ നേരം കേട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നത്, ഓണാവുന്നില്ല. എന്നോട് പറയാനേടി ഇറങ്ങി തള്ളാൻ. റോഡാണ് ഗൈസ്, നിറച്ച ആൾക്കാരൊക്കെ ഉണ്ട്. കണ്ട കാറും വണ്ടി. ആ മേൽപ്പാലത്തിന്റെ പണി നടക്കില്ലേ, മേൽപ്പാലത്തിന്റെ പണി നടക്കണതിന്റെ ഫ്രണ്ടിൽ പെട്രോൾ പമ്പിന്റെ അവിടെയാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. പെട്രോൾ അടിച്ച് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ പരിപാടി. 10 വർഷമെങ്കിലും ആയിട്ടാ ഈ ബൈക്ക് വാങ്ങിച്ചിട്ട്. 10 വർഷം കഴിഞ്ഞു. അപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴും ഓരോ കംപ്ലൈന്റ് ആണ് ബൈക്കിന്. ഈ ബൈക്കിനെ വിശ്വസിച്ച് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഇപ്പൊ കുഞ്ഞുപ്പാ എന്ത് ചെയ്യൂടാ, പണി പാളി കുഞ്ഞുപ്പാ. വണ്ടി സ്റ്റാർട്ട് ആവണില്ലടാ. പോലെ ഇങ്ങോട്ട് വാ. അച്ഛ ഓണാക്കി നോക്കട്ടെ, വാ. റെഡി 1 2 3 സ്റ്റാർട്ട് പറ. ഇവിടെ നല്ല പുൽമൈതാനിയൊക്കെ ഉണ്ട് ഗൈസ്. പുൽമൈതാനി എന്ന് പറഞ്ഞാൽ ഇവിടെ റോഡ് പണിയണ ചേട്ടന്മാർ റോഡ് പണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ എല്ലാവരും മൈതാനിയിൽ. എവിടെ പോണം, അത് പാർക്കൊന്നും അല്ല. ഒന്നും എടുക്കണ്ട, വാ. അവൻ അത് ഇതാണ് അവർക്കൊക്കെ ഇരിക്കാനുള്ള സ്ഥലം. അങ്ങോട്ട് പോകണ്ട, വന്നേ ഇങ്ങോട്ട് നമ്മുടെ കൈ പിടിച്ച്. അവൻ ഇത് കണ്ടിട്ട് എന്തോ പാർക്കാണെന്നും പറഞ്ഞിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. എല്ലാവരും അവിടെ വന്നിരിക്കുകയാണ്. വേണ്ട മോനെ. അച്ഛനെ ഹെൽപ്പ് ചെയ്യാം, ബാ അച്ഛനെ ഹെൽപ്പ് ചെയ്യാം.
കുഞ്ഞപ്പ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ്. ആ സൗണ്ട് കേൾക്കുന്നുണ്ട്. അച്ഛേ വെള്ളം നടക്കുവാ ഗൈസ്. ഓണായി ഗൈസ്. അച്ഛൻ ഓണായാ ഗൈസ്? ഓണായിരിക്കാണ്. കുഞ്ഞപ്പ അതിലൊന്നും തൊടല്ലേ. അപ്പൊ ഗൈസ് നമ്മള് നേരെ വേറൊരു കടയിലേക്ക് പോവാണ് കേട്ടോ. ആദ്യത്തെ കടയിൽ കയറി കുറച്ച് സാധനം വാങ്ങിച്ചു, ഇനി രണ്ടാമത്തെ കടയിലോട്ട് പോവാണ്. ബൈ ഗൈസ്. ഇവിടെ റോഡൊക്കെ നനഞ്ഞു കിടക്കാണ് ഗൈസ്. ഇവിടെ നല്ല റോഡ് പണിയായോണ്ടേ നല്ല പൊടിയല്ലേ. അപ്പൊ ഇവിടെ ചേട്ടന്മാര് ഈ പണിയുന്ന ചേട്ടന്മാര് നനച്ചതായിരിക്കും. എന്തായാലും നനച്ചത് കൊണ്ട് നല്ല ആശ്വാസമുണ്ട്, അല്ലെങ്കിൽ നല്ല പൊടിയായിരിക്കും. നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കി നടന്ന ബ്യൂട്ടി പാർലർ കണ്ടു കേട്ടോ. ഒരു കെട്ടിടത്തിന് മുകളിലാണ് നോക്കി ക്യാൻ ബ്യൂട്ടി പാർലർ. പക്ഷെ അവിടെ അടച്ചുപോയി ഗൈസ്. 7 മണി വരെയൊക്കെ ഉണ്ടാവുള്ളല്ലോ. അതുകൊണ്ട് നേരെ നമ്മളൊരു വാച്ച് കടയിലേക്ക് പോയി. കുഞ്ഞപ്പനൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണെന്ന് ഞാൻ പറഞ്ഞില്ല. അത് ഇതാണ് കേട്ടോ സർപ്രൈസ്. അവന് വാച്ചില്ല. അപ്പോൾ ഒരു വാച്ച് വാങ്ങിക്കാൻ പോയതാണേ. അത് കുഞ്ഞപ്പനോട് പറഞ്ഞിട്ടില്ല. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ എനിക്ക് കൂടി ഒരു വാച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. അവിടെ കുറേ വാച്ച് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്കും വാച്ചില്ല. അങ്ങനത്തെ ബ്ലാക്ക് കളറ്, സിൽവർ കളറ്, ഗ്യാരണ്ടി ഉള്ളത്, ഗ്യാരണ്ടി ഇല്ലാത്ത ഫാൻസി വാച്ച്, പല ടൈപ്പ് വാച്ച് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിൽ വെച്ച് നോക്കുകയാണ് ഏതാണ് നല്ലതെന്ന്. കുഞ്ഞപ്പനാണെങ്കിൽ എനിക്ക് സെലക്ട് ചെയ്ത് തരുവാണ് കേട്ടോ. അങ്ങനെ അവസാനം ഞാനും ഒരെണ്ണം സെലക്ട് ചെയ്തു, കുഞ്ഞപ്പനും ഒരെണ്ണം എടുത്തു. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ക്ലോക്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. കുഞ്ഞപ്പനാണെങ്കിൽ കാർ ഓടിച്ച് നല്ല കളിയായിരുന്നു അവിടെ വെച്ച്. അപ്പോൾ എനിക്കുള്ള ഒരു വാച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. കുഞ്ഞപ്പനാണെങ്കിൽ അവന് വാച്ച് വാങ്ങിക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ സർപ്രൈസ് ആയിട്ട് ഇപ്പൊ അവനൊരു വാച്ച് അതെടുത്തിട്ടാ കയ്യില്. ഞാൻ അറിഞ്ഞില്ല കേസ്. അച്ഛനും മോനും കൂടി ഓൾറെഡി അതെടുത്തിട്ട് കേട്ടാ. കുഞ്ഞപ്പനും വാച്ച് ഇട്ടിട്ടുണ്ട് കയ്യിൽ. അവനും ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. കാണിച്ചത് എന്റെ വാച്ച് കുറച്ച് എന്താ ലൂസാണ്. അപ്പൊ ചേട്ടൻ ഞാൻ മുറിച്ചിട്ട് വാച്ചിന്റെ ലെങ്ത് കുറക്കാണ്. അപ്പൊ കുഞ്ഞപ്പന് കറക്റ്റ് ആണ് കേട്ടോ. അവന് വേണ്ടിയുള്ള വാച്ച് പോലെ ഉണ്ട്. അവൻ കെട്ടിക്കൊണ്ട് നടക്കാണ്. കാണിച്ചു തരാൻ വാ കുഞ്ഞെ. നിന്റെ വാച്ച് കാണിച്ചു കൊടുത്തേ. ലൈറ്റ് അല്ലയോ ഇത്? ഒന്ന് കാണിച്ചു തന്നെ. ലൈറ്റ് കളിയാണ് കാണിച്ചു കൊടുത്തേ. വാ പറ എല്ലാവരോടും പറ. ലൈറ്റ് കളി എത്ര മണിയായി നോക്കും? ഇപ്പൊ നമ്മള് ഇപ്പൊ പാർക്കിൽ പോകാനുള്ള സമയമായിരുന്നു. മുറിച്ച് എനിക്കിട്ട് നോക്കട്ടെ. അപ്പൊ എന്റെ വാച്ച് കാണിച്ചില്ലല്ലോ ഗൈസ്. ഇതാണ് എന്റെ വാച്ച്. ഒരു സിൽവർ വാച്ചാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഗ്യാരണ്ടി ഉള്ള വാച്ചാണ് കേട്ടോ. 1 വർഷത്തെ ഗ്യാരണ്ടി ഉള്ള വാച്ചാണ്. അപ്പൊ ഞാനിത് കെട്ടി നോക്കട്ടെ. ഇപ്പൊ എനിക്ക് കറക്റ്റ് ആയി ഇതാണ് എന്റെ വാച്ച്. നിങ്ങൾക്ക് എന്റെ വാച്ച് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ്. 2-3 കണ്ണി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി വണ്ണം വെക്കുവാണെങ്കിൽ പിടിപ്പിക്കാമല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ ഇതാണ് എന്റെ വാച്ച്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? സൂപ്പർ അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടത് കുഞ്ഞപ്പൻ അവന്റെ വാച്ച് കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി 2 വാച്ചിന്റെയും കൂടി പൈസ കൊടുക്കാം. എത്രയാണെന്ന് നോക്കട്ടെ ഗൈസ്. അപ്പൊ നമ്മുടെ വാച്ചൊക്കെ വാങ്ങിച്ചു. നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പൊ തുറവൂരുള്ള ഈ കടയിൽ നിന്നാണ് നമ്മൾ വാച്ച് വാങ്ങിച്ചത്. ഇവിടെ മൊബൈൽ ഫോണിന്റെ സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വാച്ചിന്റെ സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഭാരത് സമയം എന്നാണ് കേട്ടോ. അല്ലേ? അതല്ലേ കടയുടെ പേര്? ഭാരത് സമയം. അപ്പൊ അങ്ങനെ ഓക്കെ. അവനിപ്പോ വീട്ടിലേക്ക് പോകണ്ട, വേറെ എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞിരിക്കുകയാണ്. കുഞ്ഞിപ്പം വാച്ച് ഊരിട്ടില്ല. എന്തൊരു വെച്ചാ ഞാൻ വാച്ച് ഊരി കിറ്റിന്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ടേ. കുഞ്ഞപ്പനാണെങ്കിൽ വാച്ച് ഊരിട്ടില്ല. അവൻ കൈ തന്നെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറുക്കനാണോ? ഇനി നമുക്ക് അൽഫാം കഴിച്ചിട്ട് വീട്ടിൽ പോകാം. അൽഫാം ഒന്നും ഇല്ലട്ടാ. കണ്ടല്ലോ കുഞ്ഞപ്പൻ അൽഫാം കഴിക്കാമേ കുഴിമന്തി കഴിക്കാമെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ അവൻ്റെ വാശി കാരണം ഞാൻ അടുത്തുള്ള ബേക്കറി കൊണ്ടുപോയിട്ട് ചുമ്മാ സർബത്ത് വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയേ. കാരണം വീട്ടിൽ ചോറും കറിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനത്തെ അവന് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഒരു ഡോണറ്റ് വാങ്ങിച്ചു, ഒരു സർബത്തും വാങ്ങിച്ചു കൊടുത്തു. ഒന്നും വിചാരിക്കരുത്, എൻ്റെ കോല ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അതായത് ഞാൻ നല്ലോണം എണ്ണ വെച്ച് കുളിച്ച് കേട്ടോ ഇന്ന്. അതുകൊണ്ടാണ് മുടി ഇങ്ങനെ കൊക്കടാസിയായിട്ടിരിക്കും. ഇങ്ങനെ ചപ്പറത്തല, അതിനെന്താ പറയുക, ചട്ടിത്തലേ. ഈ ചട്ടിത്തലായിട്ടിരിക്കാൻ കാരണം അതാണ്, ചൂടല്ലേ. അപ്പൊ ഞാൻ എണ്ണ വെച്ച് കുളിച്ച്. അപ്പൊ എനിക്കൊന്ന് തലയൊക്കെ തണുത്തിന്ന് ഉച്ചയ്ക്ക് ഞാൻ കുഞ്ഞപ്പനെ കിടന്ന് ഉറങ്ങി കുറച്ച് നേരം. ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു. അപ്പൊ ഞാൻ ഡോണറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവനെ ഡോണറ്റ് വേണം പോലും. അവന് കടയിൽ കിടന്ന് എന്തെങ്കിലും മേടിക്കാൻ കഴിക്കണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, വീട്ടിൽ ചെന്ന് ചോറ് കഴിച്ചാൽ മതി, പുറത്തുനിന്നൊന്നും വാങ്ങിക്കല്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയണത് ഡോണറ്റ് മേടിച്ചു കൊടുക്കണമെന്ന്. കുഞ്ഞപ്പനെ ഡോണറ്റ് കഴിച്ചിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. ഞങ്ങൾക്ക് 2 പേർക്കും വാങ്ങിച്ചില്ല, ഞങ്ങൾക്ക് വേണ്ട. കുഞ്ഞപ്പനാണ് ഡോണറ്റ് മേടിച്ചത്.
ഞാൻ ഡോണറ്റ് തന്നില്ലെന്നും പറഞ്ഞ് പിണങ്ങിയിരിക്കുന്ന പോലെ അഭിനയിക്കുകയാണ് കേട്ടോ. എനിക്ക് മാത്രം ആരും ഡോണറ്റ് തന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ നീക്കി വെക്കുന്ന നോക്കിക്കേ. അപ്പോൾ ഞാൻ പറയില്ല അമ്മയുടെ മോൻ കഴിച്ചാൽ അമ്മ ചുമ്മാ പറഞ്ഞാണെന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഇതേ സർബത്ത് ഞങ്ങൾക്ക് കൂടി പറഞ്ഞു ഗൈസ്. കാരണം രാത്രിയാണെങ്കിൽ പോലും അറിയാമല്ലോ ചൂട് കൂടുതൽ. സത്യത്തിൽ രാത്രി വെയിലില്ലെന്നേ ഉള്ളൂ, ചൂട് നല്ലോണം ഉണ്ടല്ലേ. അങ്ങനത്തെ കുഞ്ഞപ്പനാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഒരു ഐസ്ക്രീമും മേടിച്ചു കൊടുത്തു. അവന് ചൂട് സഹിക്കാൻ പറ്റുന്നില്ലേ. ആ ഉടുപ്പിട്ടുകൊണ്ടാണ് ചൂടുകുരു അറിയാത്തത്, മേല് മുഴുവൻ ചൂടുകുരുവാണ് കേട്ടോ. ഞങ്ങൾ അപ്പം തന്നെ വീട്ടിൽ പോയില്ലേ, അവിടെ ഒരു കടയുടെ ഫ്രണ്ടിലിരുന്ന് അവൻ ഐസ്ക്രീം മുഴുവൻ കഴിച്ച് തീർത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ അത്രയുള്ള ഗൈസ് വീഡിയോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ, സീ യു.